എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ലഭ്യമാക്കാത്തതായിട്ട് ഇപ്പോൾ ഒന്നുമില്ല. എന്നാലും പരസ്പരം മനസ്സിലാക്കാനും ഒന്ന് ചേർന്ന് നിൽക്കാനും പല സമയത്തും നമുക്ക് പറ്റുന്നില്ല. വിവാഹമോചിതരുടെ എണ്ണം ഇപ്പോൾ വളരെ കൂടുതലാണ്. വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഭാര്യയും ഭർത്താവും പരസ്പരം അകന്നു കഴിയുകയാണ്. അങ്ങനെ വിവാഹമോചനത്തിൽ ഏർപ്പെട്ട ദമ്പതിമാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഒരു പുരുഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെയുള്ള ഒരു വിവാഹബന്ധം അയാൾക്ക് ലഭിക്കുന്നില്ല. ഒരു ഭാര്യ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു കുടുംബ ബന്ധം അവർക്ക് ലഭിക്കുന്നില്ല. പരസ്പരം മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ബന്ധങ്ങളുടെ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടു പോകുന്നു. മാനസികമായിട്ട് സന്തോഷത്തിലേർപ്പെടാൻ അവർക്ക് സാധിക്കുന്നില്ല. എല്ലാ തരത്തിലും ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്, ജോലിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും പരസ്പരം ഇഴുകിച്ചേർന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ നമ്മളിൽ പലർക്കും സാധിക്കുന്നില്ല. നമ്മൾ ഒന്ന് ചിന്തിക്കുക, ഈ ലോകം നൈമിഷികമാണ്. വളരെ കുറഞ്ഞ നിമിഷങ്ങൾ മാത്രമേ നമുക്കിവിടെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ ചിലവിടാനുള്ളൂ. അത് ഏറ്റവും മനോഹരമായ രീതിയിൽ സാധ്യമാകണമെങ്കിൽ പരസ്പരം മനസ്സിലാകണം. എൻ്റെ ഇഷ്ടവും നിങ്ങളുടെ ഇഷ്ടവും രണ്ടാണ്. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയും വളരെ വളരെ വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ എന്നെപ്പോലെ തന്നെ സ്വാതന്ത്ര്യമുള്ള ആളാണ് എൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആൾ എന്ന് ഞാൻ മനസ്സിലാക്കണം. എൻ്റെ സാഹചര്യത്തിൽ വളർന്നു വന്ന ആളല്ല. അതുകൊണ്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ള സുഖവും സന്തോഷവും ഒക്കെ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് കൊടുക്കാൻ സാധിക്കണം. അത് കുടുംബത്തിലേക്കാവാം, അല്ലെങ്കിൽ വ്യക്തികളിലേക്കാവാം, സൗഹൃദങ്ങളിലേക്കാവാം. അങ്ങനെ നിങ്ങളുടെ കുടുംബജീവിതം ഭദ്രമാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മുടെ പ്രയാസങ്ങൾ കേൾക്കാൻ ആളുകളുണ്ടാവും, എന്നാൽ മറിച്ച് തീരുമാനമെടുക്കേണ്ടത് നമ്മൾ മാത്രമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ തീരുമാനമെടുക്കുന്നത് ചിന്തിച്ചായിരിക്കുക. അതുപോലെ ചിന്തിച്ച് മാത്രം ഇരിക്കല്ലേ, തീരുമാനം എടുക്കേണ്ടടുത്ത് എടുക്കുക തന്നെ വേണം. നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ലെറ്റ്സ് ഗ്രോ ടുഗദർ വിത്ത് സഫാമി. താങ്ക് യു.